ICC പുരുഷ ടി20 ലോകകപ്പ് 2026 സൂപ്പർ 8 നിർണായക മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യക്ക് 72 റൺസിന്റെ ഗംഭീര വിജയം. 2026 ഫെബ്രുവരി 26-ന് ചെന്നൈയിലെ എം.എ. ചിദംബരം സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മത്സരം നടന്നത്. ഇന്ത്യയുടെ സെമിഫൈനൽ സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുന്നതായിരുന്നു ഈ മിന്നും പ്രകടനം. ഈ വിജയത്തോടെ സിംബാബ്വെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഇന്ത്യൻ നിരയുടെ ഗംഭീര ബാറ്റിംഗ് പ്രകടനമാണ് മത്സരത്തിൽ കണ്ടത്. ടി20 ലോകകപ്പ് ചരിത്രത്തിലെ അവരുടെ എക്കാലത്തെയും ഉയർന്ന സ്കോറാണ് ഈ കളിയിൽ അവർ നേടിയത്. ഈ ഗംഭീര വിജയത്തോടെ കിരീടം ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഇനിയൊരു വെർച്വൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. ഇന്ത്യൻ ഇന്നിംഗ്സ് ശരിക്കും ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു. ആക്രമിച്ചു കളിച്ച ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 256 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഇത് ടി20 ലോകകപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ്. ടൂർണമെന്റ് ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ ടീം ടോട്ടൽ കൂടിയാണിത്. തുടക്കക്കാരനായ അഭിഷേക് ശർമ്മ ഒരു മികച്ച അടിത്തറ പാകി. വെറും 30 പന്തിൽ 55 റൺസടിച്ച് തന്റെ കന്നി ടി20 ലോകകപ്പ് അർദ്ധ സെഞ്ചുറിയാണ് അദ്ദേഹം നേടിയത്. അഭിഷേകിന് കൂട്ടായി ക്രീസിലെത്തിയ സഞ്ജു സാംസൺ പുറത്താകുന്നതിന് മുൻപ് 24 റൺസടിച്ച് ഒരു തകർപ്പൻ തുടക്കം നൽകി. പിന്നീട് വന്ന ഇഷാൻ കിഷൻ ഈ ആവേശം കെടാതെ കാത്തു. 24 പന്തിൽ 38 റൺസാണ് ഇഷാൻ അടിച്ചെടുത്തത്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലാക്കി. വെറും 13 പന്തിൽ നിന്ന് 33 റൺസാണ് സൂര്യകുമാർ നേടിയത്. അവസാന ഓവറുകളിലെ വെടിക്കെട്ടിന് നേതൃത്വം നൽകിയത് മാൻ ഓഫ് ദ മാച്ച് ഹാർദിക് പാണ്ഡ്യയായിരുന്നു. വെറും 23 പന്തിൽ പുറത്താകാതെ 50 റൺസടിച്ച പാണ്ഡ്യ തന്റെ ഓൾറൗണ്ടർ മികവ് എന്താണെന്ന് ശരിക്കും കാണിച്ചുതന്നു. ഹാർദിക്കിന് മികച്ച പിന്തുണ നൽകിയത് തിലക് വർമ്മയാണ്. വെറും 16 പന്തിൽ നിന്ന് പുറത്താകാതെ 44 റൺസടിച്ച് തിലക് ഇന്ത്യക്ക് ഒരു കൂറ്റൻ വിജയലക്ഷ്യം നേടിക്കൊടുത്തു. ഇന്ത്യയുടെ കൂറ്റൻ സ്കോറിന് പിന്തുടർന്ന സിംബാബ്വെക്ക് പക്ഷേ ഒരിക്കലും ഒരു താളം കണ്ടെത്താനായില്ല. 6 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസെടുക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഇത്രയും വലിയ ലക്ഷ്യം മുന്നിലുണ്ടായിട്ടും ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ബ്രയാൻ ബെന്നറ്റ് ഒരു മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെച്ചു. 97 റൺസെടുത്ത് പുറത്താവാതെ നിന്ന ബെന്നറ്റ് സിംബാബ്വെ ബാറ്റിംഗിലെ ഏക തിളക്കമായി മാറി. ക്യാപ്റ്റനും ടീമിലെ പ്രധാന ഓൾറൗണ്ടറുമായ സിക്കന്ദർ റാസ 21 പന്തിൽ 31 റൺസെടുത്ത് സ്കോറിംഗ് വേഗത്തിലാക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യയുടെ അർഷ്ദീപ് സിംഗിന് മുന്നിൽ വീണു. ഇന്ത്യൻ ബൌളിംഗ് നിര സിംബാബ്വെ ബാറ്റ്സ്മാൻമാരെ വരിഞ്ഞുമുറുക്കി റൺസ് കണ്ടെത്താൻ അവരെ അനുവദിച്ചില്ല. ഇന്ത്യൻ ബൌളിംഗ് നിരയിൽ അർഷ്ദീപ് സിംഗാണ് ഏറ്റവും തിളങ്ങിയത്. വെറും 24 റൺസ് മാത്രം വഴങ്ങി 3 നിർണായക വിക്കറ്റുകളാണ് അർഷ്ദീപ് നേടിയത്. സിംബാബ്വെയുടെ പേസ് ബൌളറായ ബ്ലെസ്സിംഗ് മുസറബാനിക്ക് ഇന്ത്യക്കെതിരെ ഒരു വിക്കറ്റ് മാത്രമാണ് നേടാനായത്. 43 റൺസാണ് താരം വിട്ടുകൊടുത്തത്. 2026 ഫെബ്രുവരി 13-ന് ഓസ്ട്രേലിയക്കെതിരെ 17 റൺസിന് 4 വിക്കറ്റ് ഉൾപ്പെടെ 100 ടി20 വിക്കറ്റുകൾ എന്ന നേട്ടം അടുത്തിടെ സ്വന്തമാക്കിയ താരമാണ് മുസറബാനി. ഈ സൂപ്പർ 8 മത്സരത്തിലെ ഫലം ഗ്രൂപ്പ് 1-ലെ പോയിന്റ് നിലയും സെമിഫൈനൽ യോഗ്യതാ മത്സരവും ആകെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മികച്ച വിജയം അവർക്ക് നിർണായകമായ 2 പോയിന്റുകൾ നേടിക്കൊടുത്തു. അതോടെ സെമിഫൈനൽ പ്രതീക്ഷകൾ സജീവമായി നിലനിർത്താനും അവർക്ക് കഴിഞ്ഞു. 2 സൂപ്പർ 8 മത്സരങ്ങളും തോറ്റതോടെ സിംബാബ്വെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. 2026 ഫെബ്രുവരി 23-ന് വെസ്റ്റ് ഇൻഡീസിനോടായിരുന്നു അവരുടെ ആദ്യ തോൽവി. ഗ്രൂപ്പ് 1-ൽ നിന്ന് ദക്ഷിണാഫ്രിക്ക ഇതിനകം സെമിഫൈനൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യയെയും വെസ്റ്റ് ഇൻഡീസിനെയും തോൽപ്പിച്ച് 4 പോയിന്റുകൾ നേടി ശക്തമായ പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. ഗ്രൂപ്പ് 1-ൽ നിന്ന് സെമിഫൈനലിലേക്കുള്ള അവസാന സ്ഥാനം ഇനി ആര് നേടും? ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ഒരു വെർച്വൽ ക്വാർട്ടർ ഫൈനലിന് തുല്യമായ മത്സരത്തിൽ അത് തീരുമാനമാകും. ഈഡൻ ഗാർഡൻസിൽ വെച്ച് നടക്കുന്ന ഈ നിർണായക പോരാട്ടം മുൻ ചാമ്പ്യന്മാരായ ഈ 2 ടീമുകളിൽ ആര് സെമിയിലേക്ക് കടക്കുമെന്ന് തീരുമാനിക്കും. ഈ കളി ജയിക്കുന്ന ടീം മുന്നോട്ടു പോകും. നെറ്റ് റൺ റേറ്റ് ഇവിടെ ഒരു വിഷയമല്ല. ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന് ആതിഥേയത്വം വഹിക്കുന്ന 2026 ICC മെൻസ് ടി20 ലോകകപ്പ് ഫെബ്രുവരി 7-ന് തുടങ്ങി മാർച്ച് 8 വരെ നീളും. ടൂർണമെന്റ് ഇപ്പോൾ ആവേശകരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. 2026 ജനുവരി 24-ലെ കണക്കനുസരിച്ച് ICC മെൻസ് ടി20 ടീം റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് നിന്ന് ഇന്ത്യ ടൂർണമെന്റിൽ ശക്തമായ നിലയിലാണ്. വ്യക്തിഗത റാങ്കിങ്ങിൽ അഭിഷേക് ശർമ്മ ടി20 ബാറ്റ്സ്മാൻമാരിൽ 1-ാം സ്ഥാനം നിലനിർത്തുമ്പോൾ വരുൺ ചക്രവർത്തി ബൌളിംഗ് റാങ്കിങ്ങിൽ മുന്നിട്ട് നിൽക്കുന്നു. സിംബാബ്വെ നായകൻ സിക്കന്ദർ റാസ ICC മെൻസ് ടി20 ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം അടുത്തിടെ തിരിച്ചുപിടിച്ചു. ടൂർണമെന്റിലുടനീളം അദ്ദേഹത്തിന്റെ സ്ഥിരതയാർന്ന പ്രകടനത്തിനുള്ള വലിയൊരു അംഗീകാരമാണിത്. 2024 ടി20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്ന ഹാർദിക് പാണ്ഡ്യ സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ തന്റെ ഓൾറൗണ്ട് മികവ് പുറത്തെടുത്തു. ടീമിലെ അദ്ദേഹത്തിന്റെ നിർണായക പങ്ക് ഇതൊരിക്കൽ കൂടി ഉറപ്പിച്ചു. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ടി20 ലോകകപ്പിന്റെ 10-ാം പതിപ്പാണിത്. 20 ടീമുകളാണ് 55 മത്സരങ്ങളിലായി ഈ ചെറിയ ഫോർമാറ്റിൽ ലോക ക്രിക്കറ്റിലെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ഏറ്റുമുട്ടുന്നത്.